അപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ഒരു അനുഭവങ്ങളുടെയും നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെയും ഒരു യാത്രാ ഹിസ്റ്ററിയാണ്. അതെ. ഇനി നമുക്ക് സമൂഹത്തോട് ഇപ്പോൾ ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിമിതികളുള്ള ആളുകളെ ഈ രീതിയിൽ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും മാറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തി നിർത്തുകയും അവരെ ഒരു പ്രത്യേക തരത്തിൽ കണ്ടുകൊണ്ട് അവരോട് ഇങ്ങനെ പെരുമാറുകയും ചെയ്യുന്നത്? അതിനൊരു ഹിസ്റ്ററി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഈ രംഗത്ത് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ അധ്യാപകർക്ക് നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂളുകൾ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് സാധാരണ സ്കൂളുകളിൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ കൂടി മറ്റു കുട്ടികളോടൊപ്പം അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ സ്കൂളുകളിൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക പരിശീലനം അധ്യാപകർക്ക് കൊടുക്കുകയും സ്പെഷ്യൽ ടീച്ചേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അവരെ നിയമിക്കുകയും ഇവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും സ്കൂളുകളിൽ ഒരുക്കുകയും ചെയ്തുകൊണ്ട് ആ കുട്ടികളും ഈ കുട്ടികളും ഒരു സമൂഹമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു ജീവിതത്തിൻ്റെ പരിശീലനം തന്നെ സ്കൂളുകളിൽ നിന്ന് കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ജനറേഷനിൽ കുറേ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പുതിയ ജനറേഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ പെരുമാറ്റത്തിൻ്റെ വ്യത്യാസം അനുഭവത്തിലൂടെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് ഒരു ഇങ്ങനെയുള്ള ആളുകൾ മനുഷ്യരാണ്, യഥാർത്ഥ മനുഷ്യരാണ് എന്നും അവർക്ക് മനുഷ്യാവകാശങ്ങളുണ്ടെന്നും അവർ സമൂഹത്തിലെ തുല്യ വ്യക്തികളാണ്, തുല്യ പൗരത്വമുള്ളവരാണ് എന്നുമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകവും സമൂഹവും വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് എൻലൈറ്റൻമെൻറ്റിന് ശേഷമാണ് യൂറോപ്പിലും അതുപോലെ വികസിത രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടി എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസുകളും നൽകിക്കൊണ്ടും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടും അവരെ സമൂഹത്തിൻ്റെ പൊതുഭാഗമായിട്ട് അവരെ കൂടെ അംഗീകരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുന്നത്. നേരെ മറിച്ച് അതിനു മുമ്പ് പ്രത്യേകിച്ച് ഈ മതത്തിൻ്റെയൊക്കെ പിടിയിലായിരുന്നല്ലോ അറിവും ധാർമ്മികതയും ഒക്കെ. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന വളരെ തെറ്റായ ധാരണകളാണ്. ആ ഒരു ചരിത്രത്തെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ പുരാതന കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളായിട്ട് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് വൈകല്യമുള്ള ആളുകൾ എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു പരിമിതിയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്കൊരു ബാധ്യതയായിരുന്നു. കാര്യം അവർക്ക് ഈ വേട്ടയാടാൻ പോകണം, ഭക്ഷണം ശേഖരിക്കണം. അപ്പം ഇതൊന്നും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് സാധിക്കില്ല. അപ്പം അത് ആ സമൂഹത്തിന് ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ശാപം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് അവർ കണക്കാക്കിയിരുന്നത്. പിന്നീട് നമ്മുടെ ഈ ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്നാണല്ലോ മതങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. മതങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോഴത്തേക്കിന് ഇതേ കാഴ്ചപ്പാട്, ഈ ഗോത്രവർഗങ്ങൾക്കുണ്ടായിരുന്ന അതേ കാഴ്ചപ്പാട് മതങ്ങളിലേക്കും വന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ ആവാനുള്ള കാരണങ്ങളെ കുറിച്ച് മതങ്ങൾ കുറെ കഥകൾ പറഞ്ഞു. അതെ. ആ കഥകളെ കുറിച്ച് ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അത് അന്ന് ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റി ആർക്കും ഒന്നും ഒരറിവും ഇല്ലല്ലോ. അപ്പൊ അവര് കണ്ടുപിടിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവർക്ക് കാഴ്ചയില്ലാതായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വൈകല്യത്തോടുകൂടി ജനിക്കുന്നത്. അത് ഒന്നിൽ അത് ദൈവത്തിന്റെ ശാപം കൊണ്ട് ജനിച്ചതാണെന്ന് പറയും. അതും അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾ, സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബിഹേവ് ചെയ്യുന്നത് വളരെ ഓടായിട്ടായിരിക്കും. ചില സമയത്ത് അവര് ശരീരത്തിൽ മറ്റാരോ കയറി കൂടിയതുപോലെയൊക്കെ അവരിങ്ങനെ സംസാരിക്കും. മറ്റൊരു പേഴ്സണാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കും. അപ്പം ഇവരുടെ ശരീരത്തിൽ എന്താ പറയുക, ഭേദബാധ, പിശാചുബാധ ഇതൊക്കെ ഉണ്ട് എന്ന്, അതുകൊണ്ടാണ് ഇവരെ കൊന്നുകളയേണ്ടവരാണ് എന്നുള്ള കാഴ്ച. പിശാചിന്റെ ആത്മാവുമായി ജനിക്കുന്നവരാണ് ഇവർ എന്ന ധാരണയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുണ്ട് സത്യമാണ് കേട്ടോ. മതസഭകള് ഒക്കെ വിച്ച് ഹണ്ടിങ് എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു വലിയ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പോപ്പുമാരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെയുള്ളവരൊക്കെ പിശാചിന്റെ ആത്മാവ് ഉള്ളവരാണ്. ഈ അപസ്മാര രോഗം, അതുപോലെ ബുദ്ധിമാന്യം, ഇങ്ങനെ പറഞ്ഞ ഓട്ടിസം, ഇങ്ങനെയുള്ളവരൊക്കെ പിശാചാണ് അല്ലെങ്കിൽ പിശാചിന്റെ ആത്മാവോട് കൂടി ജനിച്ചവരാണ്, അവർക്ക് മനുഷ്യരുടെ ആത്മാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. കറക്റ്റാണ്. അതുപോലെ മറ്റു പരിമിതികളുള്ളവർക്കൊക്കെ ഈ ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തി ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ ഇവരിങ്ങനെ ആവാനുള്ള കാരണം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കൺസെപ്റ്റ് അനുസരിച്ചാണ് ഈ പൂർവ്വജന്മത്തിൽ, അങ്ങനെയല്ലേ, പൂർവ്വജന്മത്തിൽ ഇവർ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ട് അവർക്ക് ഈ ജന്മത്തിൽ കിട്ടിയതായിരിക്കും. മറ്റു മതങ്ങളുടെ ഇതിലാണ് പറഞ്ഞ ഇത് ദൈവം പരീക്ഷിക്കാൻ വേണ്ടി. ക്രിസ്ത്യാനിറ്റിയിലും പറയും. ഇപ്പൊ ബൈബിളിൽ പറയുന്നത് പുരോഹിതരൊന്നും ആക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ആളുകളെ. കാര്യം
എന്തെങ്കിലും കുറ്റമുള്ള ആളുകൾ, കുറ്റം കുറവുള്ള ആളുകളെ ഒന്നും പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ദൈവത്തിനെ സേവിക്കാൻ അവർ അർഹരല്ല എന്നുള്ള രീതിയാണ് അതിലേക്ക്. അപ്പം അതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫോമിറ്റി, ഒരു അനുരൂപത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ മതങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന രീതിയിൽ വേഷം ധരിക്കുക, ഇന്ന രീതിയിൽ നടക്കുക, ഇന്ന രീതിയിൽ നോക്കുക, പിന്നെ ഈ വിശുദ്ധ വസ്തുക്കൾ എന്നവർ പറയുന്ന സാധനങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുക. ഇതൊന്നും പ്രത്യേകിച്ച് വൈകല്യമുള്ള ആളുകൾക്ക് പിന്നെ ചെയ്യാൻ സാധിക്കില്ല. ശരിക്കും ഇതൊരു ആവശ്യകതയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കയ്യിലെടുക്കാനുള്ള ഈ ഒരു ചെപ്പടി വിദ്യ നമുക്ക് വേണമെങ്കിൽ പറയും. അതാണ് അത് ഈ വൈകല്യമുള്ള ആളുകൾ, പ്രത്യേകിച്ച് കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് ഈ പലതും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവര് ആ മേഖലയിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തുന്നത്. മതങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അനുയായികൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില ഇതുകൾ കാണിച്ച് ചെപ്പടി വിദ്യകൾ കാണിക്കേണ്ടി വരും. ആ ചെപ്പടി വിദ്യകൾ കാണിക്കാനായിട്ട് സാധിക്കാത്ത ആളുകളെ ഒന്നും അവര് പുരോഹിതന്മാരായിട്ട് അംഗീകരിക്കത്തില്ല. പിന്നെ ഈ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതനുസരിച്ച് അതിജീവിക്കാൻ കഴിവുള്ളവർ അതിജീവിച്ചാൽ മതി, മറ്റുള്ളവർ നശിച്ചു പോയിക്കോട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഈ മതങ്ങളാണ് ഇങ്ങനെ ഒരു പിന്നെ ഇതിന്റെ മൂലകാരണമായിട്ട് വരുന്നത് മതങ്ങളാണ്. കാര്യം മതങ്ങളിൽ നിന്നാണല്ലോ മനുഷ്യൻ ഇന്നത്തെ ഒരു സംസ്കാരത്തിലേക്ക് എത്തുന്നത്. ആ സംസ്കാരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കിനും മതങ്ങൾ ഉണ്ടാക്കി വെച്ച ചില സ്റ്റിഗ്മകളുണ്ട്. ഈ കാഴ്ച വൈകല്യമുള്ളവരെ ഒന്നിനും പരിഗണിക്കേണ്ടതില്ല, അവര് പിന്നെ ദൈവത്തിന്റെ പരീക്ഷണ വസ്തുക്കളാണ്, നമ്മള് എന്താ പറയുന്നത്, നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ദൈവം അവരെ ഇങ്ങനെ ജനിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള പരീക്ഷണ ടൂളായിട്ടാണ് ഇവരെ ഇങ്ങനെ ജനിപ്പിച്ചത്. അത് തന്നെ എത്ര ക്രൂരനാണ് അപ്പൊ ദൈവം പരീക്ഷണ മൃഗങ്ങളായിട്ട് മനുഷ്യരെ തന്നെ ജനിപ്പിക്കുക എന്ന് പറയുന്നത്. അത് ലാബറാറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവര് പറയുക സാധാരണ. അതായത് നമ്മളൊരു സ്പെസിമെനായിട്ടാണ് നമ്മളവരെ കൺസെപ്റ്റ് ചെയ്യുക. അതാണ് പരീക്ഷണം. അപ്പം അവര് പറയുന്നത് ഇവര് ഇങ്ങനെ ജനിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. ദൈവം നമുക്ക് എത്ര ആരോഗ്യം തന്നിട്ടുണ്ടെന്ന് അവരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൈവത്തിനോട് കൂടുതൽ നന്ദി തോന്നാൻ വേണ്ടിയിട്ട്, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സ്പെസിമെനാണ്. എന്തൊരു ക്രൂരമായിട്ടുള്ള വിനോദമാണല്ലേ. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇത്രയും മോശമായിട്ടാണോ, വെറും ഒരു വസ്തുവായിട്ട് മാത്രമാണ് നമ്മളെ അവിടെ കാണുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനായിട്ട്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. ശാസ്ത്രീയമായിട്ട് ഇതിന്റെ കാരണം എന്താണെന്ന് മനുഷ്യൻ കണ്ടെത്തിയതിനു ശേഷം, ഈ മതത്തിന്റെ പിടിയിൽ നിന്നൊക്കെ മാറി മനുഷ്യൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ശരിക്ക് ഇതിന്റെ പ്രശ്നത്തെ ശരിയായി അഡ്രസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ശരിയാണ് മാഷ് പറഞ്ഞത് ശരിയാണ്. എൻലൈറ്റൻമെന്റിന് ശേഷം ഇങ്ങോട്ടാണ് നമ്മളെ ഈ ശാസ്ത്രമൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് വരാൻ തുടങ്ങിയത്. കാര്യം അതിനു മുമ്പ് ഈ ശാസ്ത്രത്തെയൊക്കെ മതങ്ങൾ അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അത് ആ മതത്തിന്റെ ജയിലിൽ നിന്ന് സയൻസിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ മോചിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൈകല്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നതും പിന്നീട് അതനുസരിച്ചിട്ടുള്ള ജനാധിപത്യ നിയമങ്ങൾ ലോകത്തിൽ ആവിർഭവിക്കുന്നതും ഒക്കെ. ഇങ്ങനെ ജനിച്ചുപോയ മനുഷ്യർ അതിന്റെ പേരിൽ അവർ കുറ്റക്കാരല്ല എന്നുള്ള തിരിച്ചറിവും, ഇത് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ള തിരിച്ചറിവും, അതോടൊപ്പം തന്നെ അങ്ങനെ ജനിച്ച മനുഷ്യരും മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന ഉയർന്ന മാനവിക ചിന്തയും ഇതൊക്കെ രൂപപ്പെട്ടതിന് ശേഷമാണ് ഇതിനനുസരിച്ച് ലോകത്ത് നിയമങ്ങളും അതുപോലുള്ള സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായതെന്നാണ് ഇതിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ എനിക്കും മനസ്സിലായിട്ടുള്ളത്. അത് തന്നെ കറക്റ്റാണ്, മാഷ് പറഞ്ഞത് കറക്റ്റാണ്. ലോകത്തിൽ ഇന്ന് മതപരമായിട്ടുള്ള നിയമങ്ങളല്ല വൈകല്യമുള്ള ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും ജനാധിപത്യപരമായിട്ടുള്ള മതത്തിൽ നിന്ന് വേറിട്ട നിരപേക്ഷമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 508 റീഹാബിലിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത് 1970-കളിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. ഇതനുസരിച്ചിട്ട് പ്രത്യേകിച്ച് വൈകല്യമുള്ള ആളുകൾക്ക് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ വിവേചനം അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുക, മാറ്റി നിർത്തുക, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട്
ഉള്ള മെത്തേഡ്സ് അവർക്ക് അവൈലബിൾ ആയിരിക്കണം, അവർക്ക് സമൂഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആക്ടുകളുടെ ബേസിസിലാണ്. സെക്ഷൻ 508 റീഹാബിലിറ്റേഷൻ ആക്ട് അതാണ് ലോകത്തെ മൊത്തം വൈകല്യമുള്ള ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു നിയമമാണത്. അത് അമേരിക്കയുടെ നിയമമാണ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ടെക്നോളജികളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, അതുപോലെ നമ്മുടെ ഗൃഹോപകരണങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് അതിനകത്ത് ആക്സസിബിലിറ്റി ആഡ് ചെയ്യപ്പെട്ടതൊക്കെ ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ആക്സസിബിലിറ്റി മാത്രമല്ല അതിനകത്ത് പറയുന്നത് കേട്ടോ. അതിനകത്ത് എല്ലാ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ മറ്റ് സമ്പ്രദായങ്ങളും എന്താ പറയുക മറ്റ് സംവിധാനങ്ങൾ പിന്നെ ഈ ഗവൺമെന്റിന്റെ ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള എല്ലാം ആക്സസിബിൾ ആയിരിക്കണം. ഇപ്പൊ വീൽ ചെയർ ഉള്ള ഒരാള് ഗവൺമെന്റ് ഓഫീസിലേക്ക് കയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റെപ്പുകളാണെങ്കിൽ അതിന് റാമ്പ് വേണം. സ്റ്റെപ്പുകളാണെങ്കിൽ അവർക്ക് കയറി ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ ഇങ്ങനെയുള്ള ഈ സെക്ഷൻ 508 എന്ന് പറയുന്ന ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത്. അത് UN അത്തരം നിയമങ്ങൾ ഉണ്ടാക്കി എല്ലാ രാജ്യങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. UN പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. പക്ഷെ UN പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ കൊണ്ട് ഈ ഇതുപോലുള്ള ആക്ടുകൾ പാസ്സാക്കിയ നമ്മുടെ ഇപ്പം RPWD ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിച്ചത് UN സമ്മർദ്ദം കൊണ്ടാണ്. പക്ഷെ അത് പാസ്സാക്കി എന്നുള്ളതല്ലാതെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുവരെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ബഡ്ജറ്റിൽ കുറെ പൈസ സംഖ്യയൊക്കെ മാറ്റി വെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എത്തേണ്ട ഗുണഭോക്താക്കൾ എത്തുന്നില്ല. ഇടനിലക്കാർ തട്ടി എടുക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോഴും ആക്സസിബിലിറ്റി ഇല്ലാത്ത എത്രയോ പൊതു സംവിധാനങ്ങളുണ്ട്. റാമ്പ് ഇല്ലാത്ത, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കാത്ത എത്രയോ സംവിധാനങ്ങൾ ആയിട്ടില്ല ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് വെബ്സൈറ്റുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് അത് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ആദ്യം ആക്സസിബിൾ ആവേണ്ടത് ഗവൺമെന്റ് സംവിധാനങ്ങളല്ല. കാര്യം നിയമം ഉണ്ടാക്കിയത് ഗവൺമെന്റ് ആണല്ലോ. ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ആക്സസിബിലിറ്റി വന്നതിന് ശേഷമല്ലേ ഉള്ളൂ പൊതുസമൂഹത്തിലേക്ക് നമുക്കിത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു പ്രൈവറ്റ് റെസ്റ്റോറൻറ്റിൽ പോലും ടേബിളുകൾ റിസർവേഷൻ ഉണ്ട്. അവിടെ 2-3 ടേബിൾ ഇങ്ങനെ വീൽ ചെയറിന്റെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ മറ്റുള്ളവർ വന്നിരിക്കില്ല. ഒരു സാധാരണ ചായക്കടയിൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ കടയിൽ പോലും ഈ റിസർവേഷൻ ഉണ്ട്. അതുപോലെ പാർക്കിംഗ്, എല്ലാ സംവിധാനങ്ങളും പാർക്കിംഗുള്ള റിസർവേഷൻ ഉണ്ട്. അത് നമ്മൾ ഇവിടുത്തെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഏതോ ഒരു റൂളിൽ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. നമുക്ക് കാഴ്ചവൈകല്യമുള്ള ആളുകൾക്കൊക്കെ വണ്ടി എവിടെയും നിർത്താം, പിന്നെ നമുക്കാണെങ്കിൽ സൗകര്യം അനുസരിച്ച് വണ്ടി നിർത്തി ഇറങ്ങാമൊക്കെ. പക്ഷേ നമ്മളിവിടെ എവിടെയെങ്കിലൊക്കെ വണ്ടി നിർത്തി ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങി അപ്പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഇറങ്ങി വന്നിട്ട് പറയും, ദേ ഇവിടെ വണ്ടി ഇടാൻ പറ്റത്തില്ല, നിങ്ങൾ വണ്ടി എടുത്ത് മാറ്റിക്കേ. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളാണെങ്കിൽ പലപ്പോഴും സിറ്റിക്ക് പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരേക്ക് കൊണ്ട് വണ്ടി ഇട്ടിട്ട് വൈകല്യമുള്ള ആളുകൾക്കൊക്കെ നടന്നു വരേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. അവിടെയൊക്കെ മെട്രോ ട്രെയിനുകളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക ബോഗികൾ, അവരുടെ വീൽ ചെയർ കയറ്റി വെക്കാനുള്ള സംവിധാനം, പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ട്. ട്രെയിനിലൊക്കെ എഴുതി വെച്ചാൽ ഞങ്ങളുണ്ട്, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഇവരെയാണ് താഴെ ഇറക്കേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ട്രെയിനിലൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഡിസബിലിറ്റി കോച്ച് ഉണ്ട് നമ്മുടെ ട്രെയിനുകളിലൊക്കെ. പക്ഷെ അത് ഈ പിന്നെ സാധാരണ ഒരു ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകൾ കൈയടക്കി വെക്കും. ഇവിടെ എല്ലാ റിസർവേഷനും അങ്ങനെ തന്നെയാണ്. കയ്യൊക്കെയുള്ള കാര്യം നേടാതിരിക്കാനാണ് റിസർവേഷൻ വെക്കുന്നത്. അവിടെ കയ്യേറും, അവർ ഇടിച്ച് ഇതിനകത്തേക്ക് കയറും ഈ കോച്ചിലേക്ക്. നമുക്ക് പിന്നെ കയറാൻ പറ്റാത്ത അവസ്ഥയാവും. നമ്മളിതുവരെ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള ആളുകളോട് കാണിച്ചു വരുന്ന സമീപനവും അതിലുണ്ടാവേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ്. അതിന് സമാന്തരമായി തന്നെ ഇങ്ങനെയുള്ള ചെറിയ പരിമിതികളോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ആളുകളിലും അവരുടെ മനോഭാവങ്ങളിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ നൗഷാദിനെ പോലെയുള്ള ഒരാൾക്ക് ആ ഒരു സമൂഹത്തോട് തീർച്ചയായിട്ടും സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഉപദേശം എന്നുള്ള നിലക്ക്, നിർദ്ദേശം എന്നുള്ള നിലക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നന്നായി. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, അതായത് വൈകല്യങ്ങളോട് ജീവിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, പലപ്പോഴും പ്രത്യേകിച്ച് കാഴ്ചവൈകല്യമുള്ള ആളുകളുടെ മേഖലയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാവരും അവഗണിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെക്കാളും മോശമല്ല എന്ന് കാണിക്കാനുള്ള ചില പബ്ലിക്കായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. കാര്യം അവിടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിത് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യമൊന്നും ഇവർ ചിന്തിക്കാറില്ല. ഞങ്ങൾ നിങ്ങളെക്കാളും മോശമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില പ്രകടനങ്ങളൊക്കെ നടത്തും. കാഴ്ച ഉള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. കാര്യം അവർക്ക് ചുറ്റുപാടും ഉള്ള ആളുകളെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും.
നിങ്ങൾക്കത് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് എക്സിബിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് നമ്മുടെ കാഴ്ചവൈകല്യമുള്ള ആളുകളുടെ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമ്പ്യൂട്ടർ എടുത്ത സമയത്ത് ഞാൻ മറ്റുള്ള ആളുകളോടൊക്കെ ഇതിനെപ്പറ്റി പറയുകയും, അതായത് സ്വന്തമായിട്ട് നമുക്ക് ബുക്കുകളൊക്കെ വായിക്കാൻ സാധിക്കും, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പരീക്ഷ വരെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എഴുതാൻ സാധിക്കും എന്നുള്ളൊരു അവയർനെസ് ഞാൻ കൊടുക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിൽ എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാതാക്കാൻ വന്ന അന്ധകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഭയങ്കരമായിട്ട് നമ്മൾ അന്ധകൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ അത് ഞാൻ ഉണ്ടാക്കിയതല്ല. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 3% സംവരണമുണ്ട് ഈ വൈകല്യമുള്ള ആളുകൾക്ക്. അതിൽ 1% കാഴ്ച വൈകല്യമുള്ള ആളുകൾക്കാണ്. അതിനകത്ത് പല ആളുകളും ഈ പ്രത്യേകിച്ച് ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് കൂടുതൽ നിയമനം ലഭിക്കുന്നത്. ഇവർക്ക് ഡയറക്റ്റ് നിയമനത്തിൽ കൂടെയൊക്കെ ടീച്ചിങ് പോസ്റ്റാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ പലയിടത്തും ചെന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്ത വന്നിട്ട് ഇവർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മറ്റേ ആളുകളെ പ്രൈവറ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് പഠിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തത് ഗവൺമെൻറ് പൊക്കി പലയിടത്ത് അവർ പിടികൂടിയാണ് ഉണ്ടാകുന്നത്. അതോടുകൂടി ഡയറക്റ്റ് നിയമനം സംവിധാനം തന്നെ ഇല്ലാതെയായി. അത് ഭയങ്കര ഒരു ദോഷമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായത്. 2002 ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് പരീക്ഷ നിങ്ങൾക്ക് എഴുതാം കമ്പ്യൂട്ടർ ഉപയോഗിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എന്നെ പറ്റിയിട്ട് സമൂഹത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള ചില പ്രചരണങ്ങളാണ്. അതായത് നമ്മളൊരു പുതിയ സംവിധാനം വരുമ്പോഴത്തേക്കിന് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ എതിർത്ത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് എത്ര നാൾ നമ്മളതിനെ വേലിക്ക് പുറത്ത് നിർത്തും. മാത്രമല്ല, ഒരു പഴയ ബ്രെയിൽ സംവിധാനമായിട്ട് കാലാകാലം നിലനിൽക്കേണ്ട ആവശ്യമില്ല. കാരണം പുതിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി അതിലൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ അതെ അതെ. കമ്പ്യൂട്ടർ ഇന്നത്തെ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ ശരിക്കും പഴയ ബ്രെയിൽ ലിപിയുടെ ഒന്നും ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ വായിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട്. വായിക്കാനും ടൈപ്പ് ചെയ്യാനും എല്ലാത്തിനും സംവിധാനമുണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിലിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഒരു ബ്രെയിൽ ബുക്ക് എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഒരു സാധാരണ ഒരു ബുക്ക് ബ്രെയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ വോളിയൂംസ് ഉണ്ടാകും, എത്ര വെയിറ്റ് ആണ് ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു സൊല്യൂഷനാണ്. അതായത് ഞാൻ ഫറൂഖുള്ളയിൽ വെച്ചൊരു പോക്കറ്റ് ഡിക്ഷണറി ഇതിനകത്തേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ പലതും വൊമിറ്റ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്തത്. എന്നിട്ട് തന്നെ അത് എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്തത്ര വെയിറ്റിലുള്ള സാധനമായിട്ട് മാറി എന്നുള്ളതാണ്. അതൊരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. അതേസമയം നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് കോടിക്കണക്കിന് ബുക്കുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇലക്ട്രോണിക് ഫോർമാറ്റിൽ. ആവശ്യമുള്ളപ്പോൾ നമുക്ക് തുറന്ന് വായിക്കാനും പറ്റും. ഓഡിയോ ബുക്കുകൾ തന്നെ ഇഷ്ടം പോലെ. ഓഡിയോ ബുക്കുകളുണ്ട്. ഓഡിയോ ബുക്കുകളെക്കാളും കൺവീനിയന്റ് എല്ലാ ബുക്കിന്റെ ഓഡിയോ വേർഷൻസ് അതിനേക്കാൾ കൺവീനിയന്റ് എപ്പോഴും ഇലക്ട്രോണിക് ബുക്കുകൾ തന്നെയാണ്. കാര്യം ഇലക്ട്രോണിക് ബുക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലാകുമ്പോഴത്തേക്കും നമുക്ക് ഏത് ലൈൻ വേണമെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്യാം, വായിക്കാം, എവിടെ വേണമെങ്കിലും ഫോക്കസ് ചെയ്യാം, കോണ്ടാക്സ്റ്റ് മനസ്സിലാക്കാം. പക്ഷേ ഈ ഓഡിയോയ്ക്കകത്ത് നമ്മൾ ഫോർവേഡ് റിവൈൻഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ മാത്രമല്ല നമുക്ക് അതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അത് ഫൈൻഡ് കൊടുത്തിട്ട് നമുക്ക് ആ പ്രത്യേക മേഖലയിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്കത് വായിച്ചു തുടങ്ങാൻ. റെഫറൻസിനൊക്കെ എപ്പോഴും ഇലക്ട്രോണിക് ടെക്സ്റ്റ് തന്നെയാണ് അനുയോജ്യമായിട്ടുള്ളത്. ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഡിയോക്കകത്ത് ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. ടെക്സ്റ്റ് ആണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് സ്പെല്ലിംഗ് വേർഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് തന്നെ അതിൻ്റെ സ്പെല്ലിംഗ് പറയും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ആവശ്യമായ സാങ്കേതിക വിദ്യാഭ്യാസം നേടുക. സാങ്കേതിക വിദ്യാഭ്യാസം നേടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ കണ്ടെത്തി നമ്മൾ ഈ സമൂഹത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിമ്പതി കൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. അതല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സമൂഹത്തിന്റെ ഹെൽപ്പുകൾ വേണ്ടി വന്നു വരും പലപ്പോഴും. അപ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ആ ഹെൽപ്പ് എന്ന് പറയുന്നതും ഔദാര്യമല്ല, അതും സമൂഹം പൊതു സംവിധാനങ്ങളിലൂടെ നമുക്ക് തരേണ്ട അവകാശങ്ങളായിട്ട് തന്നെ കാണണം. അതെ, അങ്ങനെയാണ് ഇപ്പോൾ വികസിത സമൂഹങ്ങളിലൊക്കെ. അല്ലാതെ അങ്ങനെയുള്ള ആളുകളോട് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഔദാര്യം എന്നുള്ള ആൾക്കല്ല കാണുന്നത്. അത്തരം ഹെൽപ്പുകളൊക്കെ ഗവൺമെന്റ് തന്നെ അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും എല്ലായിടത്തും ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇപ്പം നമ്മൾ പബ്ലിക്കിൽ ചിലപ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി വരികയാണ്, ഒരു കുട്ടിക്ക് നമുക്കൊരു സഹായം കൊടുക്കേണ്ടി വരിക.
എന്തെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അതുപോലുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്കിന് നമുക്കും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പിന്നെ സഹായങ്ങൾ നമുക്ക് വേണ്ടി വന്നു നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അത് പിന്നെ ഒരു വൺ സൈഡഡ് ആയിരിക്കും, നമുക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമുക്കൊരു ഹെൽപ്പ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാണ് ഒരു എന്താ പറയുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിച്ചു പോകുന്ന ഒരു സമ്പ്രദായമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എല്ലാം ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി ഒരിക്കലും സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ നമ്മൾ ചെയ്യുക. സമൂഹത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ചില സമയത്ത് നമുക്ക് സഹായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പം നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇന്നിടത്തേക്ക് പോകുന്ന ബസ്, അതായത് നമുക്കിപ്പോൾ തൃശ്ശൂരേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ തൃശ്ശൂരേക്ക് പോകുന്ന ബസ് ഇവിടെ കിടപ്പുണ്ടെന്ന് അടുത്തുള്ള ഒരാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ സമൂഹത്തിനും ചെയ്തു കൊടുക്കുക. അത് തന്നെയാണ് ചെയ്യേണ്ടത്. പഴയ മനോഭാവങ്ങളെ മാറ്റിയെടുക്കുക, സമൂഹവും മാറ്റിയെടുക്കുക, ഈ സമൂഹവും എല്ലാവരും മാറ്റിയെടുക്കേണ്ടത്. ഇവിടെ മനുഷ്യരായി ജനിക്കുന്ന എല്ലാവർക്കും അവർ എന്ത് കുറവുകളുണ്ടെങ്കിലും എന്ത് കഴിവുകളുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം തുല്യമാണ്. അവരുടെ പൗരത്വം തുല്യമാണ്. അത് ആരുടെയും ഔദാര്യം എന്ന നിലക്ക് ആരും കാണാൻ പാടില്ല. അപ്പോഴാണ് നമ്മളൊരു നോർമൽ സമൂഹമായിട്ട്, ഒരു പരിഷ്കൃത സമൂഹമായിട്ട് മാറുന്നത്. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഈ വൈകല്യമുള്ള ആളുകളെ സമൂഹം ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു നമ്മളെപ്പോഴും പറയുമ്പോഴത്തേക്കിന്, വൈകല്യം ഇല്ലാത്തവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവർക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒബ്വിയസ് ആയിട്ട് വൈകല്യങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. അതായത് നമ്മൾ പുറമേ നിന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടാകാൻ സാധ്യത. പക്ഷേ അവർക്ക് അവരുടെ ബ്രെയിനൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡിഫോമിറ്റീസ് കാണാൻ പറ്റും. ചില ആളുകൾക്കാണെങ്കിൽ മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. ചില ആളുകൾക്ക് ചില പ്രത്യേക രീതിയിലുള്ള വൈകൃതങ്ങളുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാർസിസിസ്റ്റുകൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഇഷ്ടം പോലെയുള്ള ആളുകളുണ്ടാവും. കാഴ്ചയിൽ എല്ലാവരും നോർമൽ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തവരായിരിക്കും. പക്ഷെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഡിഫറെന്റ് ആയിട്ട് അവർക്ക് ഉണ്ടാവും. ഒബ്വിയസ് അല്ലാത്ത ഡിസബിലിറ്റീസ്, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഒക്കെ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മതസ്ഥാപനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുരോഹിതന്മാരായിട്ട് വരുന്നതിനകത്ത് മിക്കവാറും പേർക്ക് ഇതുപോലുള്ള ഒത്തിരി മനോവൈകല്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്പൂർണ്ണത, അതായത് ഒബ്വിയസ്ലി കാണാൻ പറ്റുന്ന വൈകല്യങ്ങളെ മാത്രമാണ് അവർക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഈ ഇതുപോലുള്ള മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ, അതായത് പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്നും അവർക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതെന്ന് പറയുന്നത് മതത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. മനുഷ്യരിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ കഴിവുകളല്ല. അപ്പോൾ നൗഷാദിന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ നൗഷാദിനില്ലാത്ത കഴിവുകൾ മറ്റു പലർക്കും ഉണ്ടാവാം. അപ്പോൾ ഈ കാഴ്ച വൈകല്യമുള്ള ആളുകളിൽ തന്നെ മറ്റു കഴിവുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരും അവരവരുടെ കഴിവുകളും അഭിരുചികളും അനുസരിച്ച് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ചെയ്യുകയും സമൂഹത്തിൽ നിന്ന് തിരിച്ച് അതിന് നമുക്ക് ലഭിക്കാവുന്ന പ്രതിഫലം ലഭിക്കുകയും ചെയ്യാം. ആ രീതിയിൽ അതായത് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കിന് അത് കാഴ്ച ഉള്ളവരായിരിക്കട്ടെ അല്ലെങ്കിൽ വൈകല്യമുള്ളവരായിരിക്കട്ടെ അത് ഇല്ലാത്തവരായിരിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സഹായ സഹകരണങ്ങളോട് കൂടി മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക. എപ്പോഴും അങ്ങനെ നമ്മൾ സഹായിക്കാനും നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും സമൂഹം ഒരിക്കലും മുമ്പോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. നൗഷാദ് തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു രത്ന ചുരുക്കം, ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം. പരിമിതികളോടുകൂടി ജനിക്കുന്ന ആളുകളെ സമൂഹം പല ഘട്ടങ്ങളിലായി പല രീതിയിലാണ് കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അത്തരം ആളുകളൊക്കെ എന്തോ പിശാച് ബാധിച്ചവരോ അതല്ലെങ്കിൽ പിഴച്ചു ജനിച്ചവരോ ഒക്കെയാണ് എന്ന അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള ആളുകളെ കൊന്നുകളയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അത്തരം ആളുകളെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പലപ്പോഴും അവരെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളെയും നിഷേധിക്കുകയാണ് ചെയ്തു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിക്കാനൊക്കെ അവകാശവും അർഹതയും ഉണ്ട്. പക്ഷേ അവർ ജീവിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഔദാര്യം പറ്റിക്കൊണ്ടും അവരുടെ സിമ്പതി കൊണ്ടുമാണ്.
അതല്ലാതെ അവരൊരു മനുഷ്യരെ പോലെ തല ഉയർത്തി ജീവിക്കുകയാണെങ്കിൽ അത് അവരുടെ അഹങ്കാരമായി കണക്കാക്കാം. ഈ മട്ടിൽ ആളുകളുടെ സിമ്പതി അല്ലെങ്കിൽ സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ടും മറ്റുള്ളവരുടെ ഔദാര്യം പിടിച്ചു പറ്റിക്കൊണ്ടും പരാശ്രിതരായി ജീവിക്കേണ്ടവരാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്നതാണ് മൂന്നാമത്തെ ഘട്ടമായിട്ട് സമൂഹത്തിൽ നിലനിന്ന് പോകുന്നത്. എന്നാൽ എൻലൈറ്റൻമെൻറ്റിന് ശേഷം, യൂറോപ്പിലൊക്കെ എൻലൈറ്റൻമെൻറ്റ് അഥവാ ജ്ഞാനോദയം സംഭവിച്ചതിന് ശേഷം, ചിന്താ വിപ്ലവം സംഭവിച്ചതിന് ശേഷം, മതങ്ങളുടെയും ഡോഗ്മകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ കെട്ടുപാടുകളിൽ നിന്ന് മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ സ്വതന്ത്ര ചിന്തയിലൂടെയുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതിന് ശേഷം ജനാധിപത്യം, മതേതരത്വം, മാനവിക മൂല്യങ്ങൾ തുടങ്ങിയ പുതിയ ആശയങ്ങൾ നിലവിൽ വന്നതിന് തുടർന്നാണ് ഇങ്ങനെയുള്ള മനുഷ്യരെയും സമൂഹത്തിൽ തുല്യ അന്തസ്സുള്ളവരായിട്ടും തുല്യ അവകാശങ്ങൾ ഉള്ളവരായിട്ടും അവർക്ക് സ്വാശ്രയത്വം നേടിക്കൊണ്ട് തന്നെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അർഹതയുണ്ട് എന്ന ഏറ്റവും നൂതനമായ ഒരു ധാർമ്മിക സങ്കല്പം രൂപപ്പെട്ടു വരുന്നത്. എന്നാൽ നമ്മുടേതുപോലുള്ള വികസിത രാജ്യങ്ങളിൽ ഇന്നും സമൂഹം പഴയ ധാരണകൾ തന്നെയാണ് വെച്ച് പുലർത്തുന്നത് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ് നൗഷാദ് തൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും ഇപ്പോൾ അദ്ദേഹം തൊഴിൽ ചെയ്ത് സ്വാശ്രയത്വം നേടി നല്ല നിലയിൽ ജീവിക്കുമ്പോൾ പോലും ഈ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതിൻ്റെ അനുഭവങ്ങളാണ് ചെറിയ തോതിൽ അദ്ദേഹം ഇവിടെ നിങ്ങളോട് പങ്കുവച്ചത്. കാഴ്ച പരിമിതി ഉൾപ്പെടെയുള്ള ശാരീരികമായ പരിമിതികളോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ആളുകളോട്, ആ ഒരു കമ്മ്യൂണിറ്റിയോട് നൗഷാദിന് ഒരു നിർദ്ദേശം എന്ന നിലക്ക് പറയാനുള്ളതും അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ പാരമ്പര്യമായ ശീലങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടക്കാതെ ആധുനിക വിദ്യാഭ്യാസം നേടുകയും ആധുനിക സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ട് പരാശ്രയം കൂടാതെ അന്തസ്സായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അത് സാധ്യമാണ് എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പഴയതുപോലെ ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ തപ്പി വായിക്കേണ്ട ആവശ്യമില്ല. കണ്ണ് കാണാത്ത ആളുകൾക്ക് ഇന്ന് കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ, സ്മാർട്ട് ഫോണിലൂടെയൊക്കെ ഏത് പുസ്തകവും വായിക്കാനുള്ള എളുപ്പവിദ്യകൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വീൽ ചെയർ ഉന്താൻ ഒരാൾ പോലും ആവശ്യമില്ല. അതിനൊക്കെയുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇതുപോലെ ഏത് പരിമിതികളെയും ഫലപ്രദമായി മറികടന്നുകൊണ്ട് ആധുനിക ലോകത്ത് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മറ്റുള്ളവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് കൈനീട്ടുകയോ അല്ലെങ്കിൽ തെരുവിൽ പാട്ടുപാടി ഭിക്ഷയാചിച്ച് ജീവിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല ഇന്ന് ലോകത്തുള്ളത്. ആവശ്യമായ വിദ്യാഭ്യാസം നേടി സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കിക്കൊണ്ട് നല്ല നിലയിൽ അന്തസ്സായി പരാശ്രയത്വം കൂടാതെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള സന്ദർഭവും സാഹചര്യവും ഇന്ന് ലോകത്തുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സമൂഹം മൊത്തത്തിൽ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ജീവിതം നയിക്കുകയും ചെയ്യണം എന്നാണ് നൗഷാദ് തൻ്റെ ജീവിതം തന്നെ ഉദാഹരിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് പറയുന്നത്. ഇങ്ങനെ ഒരു സംസാരം ഞാനിവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ്. നമ്മുടെ സമൂഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വതന്ത്രമായി കുറേ കൂടി ചിന്തിക്കാനും മാനവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാനും ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരായി ജനിക്കുന്ന എല്ലാവരും, അവരെന്ത് പരിമിതി ഉള്ളവരായാലും ശരി, അവരേത് ലിംഗത്തിൽപ്പെട്ടവരായാലും ശരി, എങ്ങനെയുള്ളവരായാലും ശരി, മനുഷ്യർ എന്ന നിലക്ക് അവർക്ക് എല്ലാവർക്കും തുല്യ ഡിഗ്നിറ്റി അംഗീകരിച്ചു കൊടുക്കുകയും തുല്യ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും അവർക്കുള്ള പരിമിതികളെ മറികടക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ സമൂഹം പൊതുവിൽ ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ കൂടി സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റി പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത്. ആ ധാർമ്മിക മൂല്യം ഉൾക്കൊള്ളാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നതാണ് സ്വതന്ത്ര ചിന്തകർ എന്ന നിലക്ക് നമ്മുടെയൊക്കെ കടമ. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നൗഷാദും വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു സ്വതന്ത്ര ചിന്തകനാണ് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംസാരത്തിന് തയ്യാറായ നൗഷാദിനും
അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞാൻ വ്യക്തി എന്ന നിലയ്ക്കും സ്വതന്ത്ര ചിന്തകർക്ക് വേണ്ടിയിട്ടും നന്ദി പറയുന്നു. ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ കാഴ്ചപരിമിതരായിട്ടുള്ള ഒരാളിനെ ആളുടെ അനുഭവം സമൂഹത്തിലേക്ക് എത്തിക്കണമെന്ന് മാഷെങ്കിലും തോന്നിയതില്ല എന്നുള്ളതാണ്. സന്തോഷം.